ഹായ് ഫ്രണ്ട്സ്, ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പേപ്പർ 2024 നടന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതായത് കാറ്റഗറി ഏതാണെന്ന് വെച്ചാൽ LD ക്ലർക്ക്, അതേപോലെ അക്കൗണ്ടൻറ്റ്, കാഷ്യർ, ക്ലർക്ക് കം അക്കൗണ്ടൻറ്റ്, ഒരു കോമൺ ആയിട്ട് വേണ്ടി ഈ പോസ്റ്റിലേക്കൊക്കെ കോമൺ ആയിട്ട് വേണ്ടി നടന്ന ഒരു എക്സാമാണ്. അതായത് LD ക്ലർക്കിൻ്റെ ഒരു നിലവാരത്തിലുള്ള 10th ലെവൽ നിലവാരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇത് എക്സാം നടന്നത് ജൂലൈ 30-നാണ്, 2024 ജൂലൈ 30-നാണ്. സോ ആ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ ടെലഗ്രാമിലുണ്ട്, നിങ്ങൾക്ക് ടെലഗ്രാം ചാനലിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കോഡ് എന്ന് പറയുന്നത് A കോഡാണ് കേട്ടോ. നമ്മൾ ഇതിൽ ഈ ക്വസ്റ്റ്യൻ പേപ്പർ A കോഡാണ് അതിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളതും ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്തായാലും ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുമ്പോൾ ഞാൻ ഒരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ഇല്ല, നിങ്ങളൊന്ന് ജസ്റ്റ് പോസ് ചെയ്തിട്ട് ഇതിൻ്റെ ആൻസർ കിട്ടുന്നുണ്ടോ എന്നുള്ളതൊക്കെ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക, ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യുക. ഏതൊക്കെ ഭാഗത്ത് നിന്ന് എവിടെ നിന്നൊക്കെയാണ് വന്നതെന്നുള്ളത് കേട്ടോ. അതാണ് മെയിനായിട്ട് നമ്മൾ നോക്കുന്നത്. ഏതൊക്കെ ക്വസ്റ്റ്യൻ എവിടെ നിന്നൊക്കെയാണ് വന്നതെന്നുള്ളതാണ്. അതായത് SCRT നിന്നാണോ അല്ലെങ്കിൽ റാങ്ക് ഫയലിൽ നിന്നാണോ വന്നിട്ടുള്ളത്, കറണ്ട് അഫയർ സെഷൻ എന്നാണോ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഇതാണ് മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ ചോദിക്കുന്നത്, താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളിലും അവിടെ കാലഗണനയിലും തെറ്റായ ജോഡി ഏതെന്ന് കണ്ടെത്തുക. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ, ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ഇപ്പോൾ കുറച്ചധികം ആവർത്തിച്ചിട്ട് കാണുന്നുണ്ട്. അതായത് ഒന്ന് കാലഗണന ക്രമത്തിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ടൈപ്പ് ഈ ചോദ്യം ചോദിക്കാറുണ്ട്. പിന്നെന്താണ് തെറ്റായിട്ടുള്ളത് ശരിയായിട്ടുള്ളത് ആ രീതിയിലും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ചോദിച്ചിരിക്കുന്നത് തെറ്റായിട്ടുള്ള ജോഡി ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താ, നിങ്ങളൊന്ന് പോസ്റ്റ് ചെയ്തിട്ട് നോക്കുക ഏതാണ് ആൻസർ വരുന്നതെന്നുള്ളത്. അപ്പോൾ ഇതിൽ നിവർത്തന പ്രക്ഷോഭം മാത്രമാണ് ഇതിൽ തെറ്റായിട്ട് ഒന്ന് വരുന്നത്. ഓക്കെ, നിവർത്തന പ്രക്ഷോഭം മാത്രമാണ് തെറ്റായിട്ട് വരുന്നത്. 1935 നിവർത്തന പ്രക്ഷോഭം വരുന്നത് 1932 വരുന്നത്. ഓക്കെ, അപ്പം മറ്റുള്ളതൊക്കെ ശരിയാണ്. അതായത് പാലിയ സത്യാഗ്രഹം 47-48 കാലഘട്ടത്തിലാണ് നടക്കുന്നത്. പട്ടിണി ജാഥ നടന്നത് 36 ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത് 31-32 അത് നടക്കുന്നത്. അപ്പോൾ ഇതൊക്കെ റാങ്ക് ഫയൽ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയാം. ഇതൊക്കെ എപ്പോഴും റാങ്ക് ഫയൽ, ഏത് റാങ്ക് ഫയൽ എടുത്താലും എന്തുണ്ട്, ഈ ഒരു ടൈപ്പ് എല്ലായ്പ്പോഴും നിങ്ങൾക്ക് ഈ ഒരു സത്യാഗ്രഹങ്ങളെല്ലാത്തിൻ്റെയും കാരണങ്ങളും അതേപോലെ ഇയറുകളും അതിൻ്റെ സത്യാഗ്രഹത്തിൽ നേതൃത്വം കൊടുത്തത് ആരാണെന്നൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ആ റാങ്ക് ഫയലിൽ നിന്ന് കിട്ടും. ഓക്കെ, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, സ്ഥിരമായിട്ട് റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. ഇനി ഇതിൽ കുറച്ച് ചിലതൊന്നും ഞാൻ ഡിസ്കസ് ചെയ്യാം. ഒന്ന് പാലിയ സത്യാഗ്രഹം. പാലിയ സത്യാഗ്രഹം ഒരിക്കലും മറന്നു വരുത്. അത് മുമ്പ് ചോദിച്ചിട്ടുണ്ട്. സ്വാതന്ത്ര്യാനന്തര കേരളത്തിൽ നടന്ന ആദ്യത്തെ, അതായത് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം കേരളത്തിൽ നടന്ന ആദ്യത്തെ സത്യാഗ്രഹമാണ് ഇത് 1947-48 നടക്കുന്ന പാലിയ സത്യാഗ്രഹം. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണെന്നൊക്കെ ചിലപ്പോൾ ചോദിക്കും. അപ്പോൾ പാലിയ സത്യാഗ്രഹം നടക്കുന്നത് എന്തിനാണ്, അതായത് പാലിയം ക്ഷേത്രത്തിന് മുന്നിലെ, അതായത് ആ ഒരു റോഡ് എന്ന് പറയുന്നത് ചേന്നമംഗലം റോഡാണ്. അതിൽ കൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ പാലിയ സത്യാഗ്രഹം നടക്കുന്നത്. അപ്പോൾ അഹിന്ദുക്കൾക്കും താഴ്ന്ന ജാതിക്കാർക്കും ഇതിലൂടെ ഉള്ള സഞ്ചാരം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, നിഷേധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെതിരെയാണ് നടക്കുന്നത്. ഇനി സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്തത് ആര്, അല്ലെങ്കിൽ സത്യാഗ്രഹത്തിൻ്റെ ലീഡർ ആര് എന്നൊക്കെ ചോദിച്ചാൽ എപ്പോഴും എന്താണ്, C കേശവൻ. മറന്നുപോലെ C കേശവനാണ്. ഇനി ഈ പാലിയം എന്നുള്ളത് ഏത് ജില്ലയിലാണെന്ന് ചോദിച്ചാൽ എറണാകുളം ജില്ലയാണ് കേട്ടോ. എറണാകുളം ജില്ലയിലാണ് പാലിയം വരുന്നത്. ഇനി അതേപോലെ മുമ്പ് ചോദിച്ചിട്ടുണ്ടായത് പാലിയ സത്യാഗ്രഹത്തിൽ രക്തസാക്ഷിയായ വ്യക്തി ആരാണ് രക്തസാക്ഷിയായത്, AG വേലായുധൻ. അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ എങ്ങനെ ഓർത്ത് വെച്ചാൽ നോക്കെ, ആയുധം കൊണ്ടല്ല നോർമലി രക്തസാക്ഷിയാവുന്നത്, എന്താണ്, ആയുധം കൊണ്ടാണ് രക്തസാക്ഷിയാവുന്നത് അല്ലേ. അപ്പോൾ വേലായുധൻ എന്നുള്ളത് എന്ത് ചെയ്യുകയാണെങ്കിൽ അവിടെ നിന്ന് ഒരു കണക്ഷൻ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഓർമ്മ ഉണ്ടോ. ഇനി അടുത്ത ഇതിലെ നിവർത്തന പ്രക്ഷോഭം, രണ്ടാമത്തെ പോയിന്റ് എന്തായിരുന്നു, നിവർത്തന പ്രക്ഷോഭം. അതായത് തെറ്റിയിരുന്നത് അല്ലേ. നിവർത്തന പ്രക്ഷോഭം നടക്കുന്ന എപ്പോഴാണ്, 1932 ചെയ്യുന്നത് നിവർത്തന പ്രക്ഷോഭം നടക്കുന്നത്. അപ്പോൾ നിവർത്തന പ്രക്ഷോഭം ഒത്തിരി റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയാണ് റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ, സർക്കാർ ഉദ്യോഗങ്ങളിലും അതേപോലെ നിയമസഭയിലും ജനസംഖ്യാനുപാതികമായിട്ട് സംവരണം വേണമെന്ന് ആവശ്യപ്പെട്ടിട്ട് ക്രിസ്ത്യൻ, മുസ്ലിം, ഈഴവ ഈ സമുദായക്കാർ ആരംഭിച്ച പ്രക്ഷോഭമാണിത്, ഈ നിവർത്തന പ്രക്ഷോഭം എന്നുള്ളത് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്. സർക്കാർ ഉദ്യോഗം അതേപോലെ നിയമസഭ അതിൻ്റെ ജനസംഖ്യാനുപാതികമായിട്ട് സംവരണമാണെന്നുള്ളത് കേട്ടോ, സംവരണമായിട്ട് ബന്ധപ്പെട്ടത്. അപ്പോൾ ഇതിൽ വേറെ കാര്യം കൂടി ഓർമ്മിക്കൊണ്ട്, ഈ പ്രക്ഷോഭത്തിൻ്റെ പിന്നിൽ നേതൃത്വം വഹിച്ച, പിന്നിൽ പ്രവർത്തിച്ച ഒരു സംഘടനയുണ്ട്, എന്താണ്, അഖില തിരുവിതാംകൂർ സംയുക്ത രാഷ്ട്രീയ സമിതി. അതൊന്ന് ഓർത്ത് നോക്കണേ, അഖില തിരുവിതാംകൂർ സംയുക്ത രാഷ്ട്രീയ സമിതി. ഇതിൽ പിന്നിൽ പ്രവർത്തിച്ച നേതാക്കളെയും ഒന്ന് ഓർത്ത് നോക്കണം. കാരണം ഇതൊരു മുന്നേ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിവർത്തന പ്രക്ഷോഭമായിട്ട് ബന്ധപ്പെട്ട നേതാക്കൾ ആരൊക്കെയാണെന്നുള്ളത്. അപ്പോൾ C കേശവൻ, TM വർഗീസ്, NV ജോസഫ്, PK കുഞ്ഞ്, ഈ 4 പേരെ ഓർത്ത് നോക്കണേ. ഇത് മുമ്പ് ചോദിച്ചാണ്, അതുകൊണ്ടാണ് ഞാനത് വീണ്ടും എടുത്തിട്ട് പറഞ്ഞത്. എന്നിവരാണ് നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ പ്രമുഖ നേതാക്കൾ. അപ്പോൾ C കേശവൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഏതിൽ പറഞ്ഞു, പാലിയ സത്യാഗ്രഹത്തിൽ പറഞ്ഞിട്ടുണ്ടേ C കേശവൻ. അപ്പോൾ ഇത് ഏതിലും കൂടി വന്നു, നിവർത്തന പ്രക്ഷോഭത്തിലും വന്നു. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കട്ടോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, പോർച്ചുഗീസ് കാലഘട്ടത്തിൽ നടന്ന ഉദയം പേരൂർ സുനഹദോസിൻ്റെ, അതായത് അത് നടക്കുന്നത് 1599 അധ്യക്ഷൻ ആരാണെന്നാണ്. ഇത് കുറച്ചൊരു റയർ ക്വസ്റ്റ്യൻ കേട്ടോ. ഇത് മുന്നേ ഒന്നും ഈ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടില്ല.
അതായത് ഇതിൻ്റെ അധ്യക്ഷനൊന്നും ഇതുവരെ ചോദിച്ചു കാണില്ല. ഉദയം പേരൂർ സുനഹദോസ് ചോദിക്കാറുണ്ട്, അതിൻ്റെ ഇയർ അതുപോലെ നടന്ന സ്ഥലം എന്നുള്ള രീതിയിലൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. പക്ഷേ ഇത് ഈ ഒരു ക്വസ്റ്റ്യൻ എന്താണ് റയറായിട്ട് ചോദിച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഇനി ഓർത്ത് വെച്ചോളൂ കേട്ടോ. ഏതാ വരിക? ഓപ്ഷൻ ബി ആണ്, ബിഷപ്പ് അലക്സിസ് ഡി മെനസിസ്. ഓക്കെ, ബിഷപ്പ് അലക്സിസ് ഡി മെനസിസ് അതാണ് ഉദയം പേരൂർ സുനഹദോസിൻ്റെ അധ്യക്ഷനായിട്ട് വന്നത്. ഓക്കെ, അത് ഇങ്ങനെ വേണമെങ്കിൽ ഓർത്ത് കേട്ടോ. ദോസ്താകുമ്പോൾ ഒരേ മനസ്സായിരിക്കും എന്നുള്ള ഓർത്ത് വെച്ചാൽ മതി. കൂട്ടുകാരാകുമ്പോൾ ദോസ്താണെങ്കിൽ ഒരേ മനസ്സാണ് എന്നുള്ളത് ഓർത്ത് വെച്ചാൽ ബിഷപ്പ് അലക്സിസ് ഡി മെനസിസ് എന്നുള്ളത് എന്ത് ചെയ്യും അവിടെ കിട്ടും. ഇനി എന്താണ് ഈ ഉദയം പേരൂർ സുനഹദോസ് എന്നുള്ളത് എന്താണെന്നുള്ളതാണ് കേട്ടോ ഇവിടെ പറയുന്നത്. അപ്പോൾ ഇതൊന്നും റാങ്ക് ഫയലിൽ ഈ അധ്യക്ഷ സ്ഥാനമൊന്നും കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഒരു പുതിയ റാങ്ക് ഫയലിൽ വരുമ്പോൾ ഇതൊന്നും ഉണ്ടാവില്ല. ഉദയം പേരൂർ സുനഹദോസിനെ പറ്റി ജസ്റ്റ് 1-2 സെൻറ്റൻസ് ഉണ്ടെങ്കിലേ ഉള്ളൂ. അപ്പോൾ കേരളത്തിലെ നസ്രാണി ക്രിസ്ത്യാനികളെ കത്തോലിക്ക സഭയിലേക്ക് കൊണ്ടുവരാനായിട്ട് ഗോവ ആസ്ഥാനമാക്കിയിരുന്ന ഒരു പശ്ചിമ റോമൻ കത്തോലിക്ക സഭാ പ്രതിനിധികൾ 1599, ഇയർ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, 1599 എന്താണ് വിളിച്ചു ചേർത്ത സഭാ സമ്മേളനത്തിനാണ് എന്ത് പറയുന്നത്? ഉദയം പേരൂർ സുനഹദോസ് അല്ലെങ്കിൽ ഉദയം പേരൂർ സിനഡ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, ഓർത്തോക്കണേ. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ്? നസ്രാണി ക്രിസ്ത്യാനികളെ എങ്ങോട്ട് കൊണ്ടുപോകാൻ? കത്തോലിക്ക സഭയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അത് മാത്രം ജസ്റ്റ് അതൊന്ന് എന്ത് ചെയ്താൽ മതി, അതൊന്ന് ഓർത്ത് വെച്ചാൽ മതി. അതാണ് അതിലെ ഇമ്പോർട്ടൻ്റ് പോയിന്റ് എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ ഏതും കൂടി ഓർത്തുക, അതിൻ്റെ അധ്യക്ഷനായിട്ടുള്ള മെനസിസ്. അപ്പോൾ ദോസ്ത് മനസ്സ് എന്നുള്ളത് എന്ത് ചെയ്യുക അവിടെ അത് ഒന്ന് കണക്ട് ചെയ്താൽ അത് ഓർമ്മ വരും. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് എത്രയോ പ്രാവശ്യം PSC റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. താഴെ പറയുന്ന ഇന്ത്യയിലെ സാമൂഹിക പ്രസ്ഥാനങ്ങളെയും അവയുടെ സ്ഥാപകരെയും ശരിയായി ജോഡി ചെയ്തെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിലേതാ വരും ആൻസർ? ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങളൊന്ന് പറഞ്ഞു നോക്ക്, ഇതിലേതാ കറക്റ്റായിട്ടുള്ള. ഇതിൽ നോക്കണേ, ശരിയായ ജോഡിയാണ് ചോദിച്ചിരിക്കുന്നത്. നേരത്തെ ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ തെറ്റായിട്ടുള്ളത് ഇയർ ആയിരുന്നു ചോദിച്ചിരുന്നത്. അപ്പോൾ ശരിയാണ് തെറ്റാണെന്നുള്ളത് എന്ത് ചെയ്യുക, വട്ടത്തിൽ മാർക്ക് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യുക ക്വസ്റ്റ്യൻ വായിച്ച് നോക്കാൻ. അപ്പോൾ ശരിയായിട്ടുള്ള ജോഡി ഏതൊക്കെയാണെന്നാണ്. അപ്പോൾ ശരിയായിട്ടുള്ള ജോഡി ഏതൊക്കെ വരിക? ഒന്നാമത്തെ ശരിയാണ്, സത്യശോധക സമാജം നടന്ന ഏതാണ്? ജ്യോതിറാവ് ഫുലെയാണ്. ഇനി ആര്യ സമാജം എന്നുള്ളത് തെറ്റാണ്. ഓക്കെ, ആര്യ സമാജം ആത്മറാം പാണ്ഡുരംഗല്ല. അതേപോലെ പിന്നെ വരുന്നത് ഏതാ ഇതിൽ? പ്രാർത്ഥന സമാജം. ഓക്കെ, പ്രാർത്ഥന സമാജം ആരല്ല? സ്വാമി ദയാനന്ദ സരസ്വതി അല്ല. ഇത് ആരെന്നൊക്കെ ഞാൻ പറയാം കേട്ടോ, താഴെ വരുന്നുണ്ട് ഓരോന്നായിട്ട്. പിന്നെ ഇതകാരണി സമാജം വീരശലിംഗാണ്. അപ്പോൾ 1, 4 ആണ് ഇതിൽ ശരിയുള്ളത്. 1, 4 ശരിയുള്ള ഏതാ ഓപ്ഷൻ എ ആണ്. അപ്പോൾ 3ൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഇനി ഇതിൽ ഓരോന്ന് ഞാൻ ജസ്റ്റ് ഒന്നെടുത്ത് പറയാം. ആദ്യത്തെ സത്യശോധക സമാജം, അത് ഞാൻ പറഞ്ഞു എന്താണ്, ജ്യോതിറാവ് ഫുലെയാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഈ ജ്യോതിറാവ് ഫുലെ മാത്രം ഓർത്ത് വെച്ചാൽ പോരാ. സത്യശോധക സമാജം എന്നുള്ളത് സ്ഥാപിച്ചത് 1873 പൂനെയിലാണ്. അതുകൂടി ഓർത്ത് വെക്കണം. ഓക്കെ, 1873 പൂനെയിലാണ്. അതേപോലെ ഈ ജ്യോതിറാവു ഫുലെയുടെ ഒരു ബുക്കുണ്ട്, ഏതാണ്? ഗുലാംഗിരി. അത് മുമ്പ് ചോദിച്ചിട്ടുണ്ട്. ഗുലാംഗിരി ജ്യോതിറാവു ഫുലെയുടെ ബുക്കാണ് ഇത് ഗുലാംഗിരി. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ തുറുപ്പ് ഗുലാം എന്നുള്ള എല്ലാവരും ഫൂളാക്കിക്കൊണ്ട് ആയിരുന്നു എഴുതിയത് തുറുപ്പ് ഗുലാം എന്നുള്ള സിനിമയിൽ. അപ്പോൾ ആ ഗുലാംഗിരി ജ്യോതിറാവ് ഫൂൾ എന്നുള്ളതും തമ്മിലൊന്ന് കണക്ട് ചെയ്താൽ എന്ത് കിട്ടും അവിടെ ഓർമ്മ വരും. പിന്നെ അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ. ഇനി ആര്യസമാജം തെറ്റായിട്ടുള്ള ജോഡിയായിരുന്നു അവിടെ കൊടുത്തിരുന്നത്. അപ്പോൾ ശരിക്കും ആര്യസമാജം സ്ഥാപിക്കുന്ന ആരാണ്? ആര്യസമാജം സ്ഥാപിക്കാൻ ദയാനന്ദ സരസ്വതിയാണ് കേട്ടോ. ദയാനന്ദ സരസ്വതിയാണ് ആര്യസമാജത്തിൻ്റെ സ്ഥാപകൻ. അതും എവിടെയാണ്? ബോംബെയിലാണ് ആര്യസമാജം സ്ഥാപിക്കുന്നത് 1875-ലാണ്. അപ്പോൾ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ദയാനന്ദ സരസ്വതിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് ഒന്ന് ഓർത്ത് വെച്ചോ, മൂൽശങ്കർ. യഥാർത്ഥ പേരെന്നറിഞ്ഞത്. ഇനി അദ്ദേഹത്തിന് 2 വിശേഷണങ്ങളുണ്ട്. ഇന്ത്യയുടെ പിതാമഹൻ എന്നറിയപ്പെടുന്നതും ഹിന്ദു മതത്തിൻ്റെ കാൽവിൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? ഈ ദയാനന്ദ സരസ്വതിയാണ്. അപ്പോൾ ആ കാര്യം കൂടി എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെക്കുക. അടുത്തതിൽ പ്രാർത്ഥന സമാജം. ഓക്കെ, പ്രാർത്ഥന സമാജം എന്തായിരുന്നു? തെറ്റായിരുന്നു ഇവിടെ കൊടുത്തിരുന്നത്. ഓക്കെ, പ്രാർത്ഥന സമാജം അതായത് ഇത് രണ്ടും ശരിക്കും എന്താണ് തിരിഞ്ഞാണ് കൊടുത്തത്, ഇങ്ങനെയായിരുന്നു വേണ്ടത്. പ്രാർത്ഥന സമാജത്തിന് സ്ഥാപിച്ചത് ആത്മാറാം പാണ്ഡുരംഗാണ്. ഓക്കെ, ആത്മാറാം പാണ്ഡുരംഗ. ആ പ്രാർത്ഥന എന്താണ്? നമ്മൾ ആത്മാക്കളെ കാണുകയല്ലേ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി ആത്മാറാം പാണ്ഡുരംഗം എന്നുള്ളത്. പിന്നെ ഇയർ ഓർത്ത് വെക്കണം കേട്ടോ, 1867. ഇയറും ഇമ്പോർട്ടൻ്റ് ആണ്. 1867 എന്ത് ചെയ്യുന്നത്? പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചത്. ഇനി ഇതിൽ അടുത്തത് ഒന്ന് നോക്കാനുള്ളത് ദയാനന്ദ സരസ്വതി. ഇത് ഇങ്ങോട്ടേക്ക് വരുന്ന കേട്ടോ, അതിൻ്റെ ഒപ്പം തന്നെ വരുന്നതാണ്. അതായത് ജാതി വ്യവസ്ഥ, അതേപോലെ ശൈശവ വിവാഹം, വിഗ്രഹാരാധന, ബഹുഭാര്യത്വം, ഇവ മെയിനായിട്ട് എതിർത്ത ഒരു സാമൂഹ്യ പരിഷ്കർത്താവ് ആരായിരുന്നു? ഈ ദയാനന്ദ സരസ്വതി എന്ന് പറയുന്നത്. അപ്പോൾ ദയാനന്ദ സരസ്വതിയുടെ കേസ് ഇപ്പോൾ തൊട്ട് മുന്നേ പറഞ്ഞാണ്. ആര്യസമാജ സ്ഥാപകനാണ് ദയാനന്ദ സരസ്വതി. പിന്നെന്താണ്? മൂൽശങ്കർ എന്നുള്ള പേര്, ഇന്ത്യയുടെ പിതാമഹൻ, ഹിന്ദു മതത്തിൻ്റെ കാൽവിൻ. ഇനി അദ്ദേഹത്തിൻ്റെ ഒരു ബുക്കുണ്ട്, ഏതാണ്? സത്യാർത്ഥ പ്രകാശം. ഓക്കെ, ദയാനന്ദ സരസ്വതിയുടെ ഒരു ബുക്കാണ് ഇത്, സത്യാർത്ഥ പ്രകാശം. ഇത് ഇടയ്ക്ക് ചോദിക്കാറുണ്ട്.
അപ്പോൾ അദ്ദേഹത്തിൻ്റെ പത്രമുണ്ട് ആര്യപ്രകാശ്. അപ്പോൾ അത് രണ്ടും ഏകദേശം കിട്ടും, ഒരേ ടോണിൽ വരുന്നതുകൊണ്ട് അത് ഏകദേശം കിട്ടും. ഇനി ഹിന്ദു മതത്തിൽ നിന്ന് വിട്ടുപോയവരെ തിരികെ കൊണ്ടുവരാൻ വേണ്ടി ഈ ദയാനന്ദ സരസ്വതി സ്ഥാപിച്ച പ്രസ്ഥാനമാണ് ഇത് ശുദ്ധി പ്രസ്ഥാനം എന്നുള്ളത്. അപ്പോൾ ദയാനന്ദ സരസ്വതിയുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ചധികം ഫാക്ട്സുകളുണ്ട്, ഒക്കെ ഓർത്തിട്ടാണ് ഇതൊന്നിച്ചിട്ടാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഞാൻ എന്ത് ചെയ്താണ് പിന്നെ എന്നോട് ഒന്നിച്ച് പറയാൻ അവിടെ വിട്ടുപോയതാണ്. അപ്പോൾ അതിൻ്റെ ഇടക്കാണ് ഇത് വന്നത്, പാണ്ഡുരംഗ കാര്യം വന്നത്. ഓക്കെ, അപ്പോൾ ഇതൊന്നിച്ചിട്ട് പഠിക്കണം, കാരണം ഇതിലുള്ള എല്ലാ ഫാക്റ്റുകളും എന്ത് ചെയ്തിട്ടുണ്ട്, റിപ്പീറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ആണ്. ഇനി 4ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യ സ്വാതന്ത്ര്യ സമരമായിട്ട് ബന്ധപ്പെട്ട് പിൻ തീയതി വെച്ച ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ഏതിനാണെന്നാണ് ക്വസ്റ്റ്യൻ. ഏതാ വരുന്നത്? ക്രിപ്സ് മിഷനാണ് കേട്ടോ. ക്രിപ്സ് മിഷനാണ് പിൻ തീയതി വെച്ച ചെക്ക് എന്ന് ഗാന്ധിജി എന്ത് ചെയ്തത് വിളിച്ചത്. അപ്പോൾ ഒന്നാണ് ക്ലിപ്സ് എന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. ക്ലിപ്സ് മിഷൻ, നമ്മൾ സാധാരണ ചെക്കൊക്കെ എന്താണ് ക്ലിപ്പ് ചെയ്താണ് വെക്കുക അല്ലേ, ബാങ്കിലൊക്കെ ക്ലിപ്പ് ചെയ്ത് വെക്കുന്നുണ്ട് ഉണ്ടാവില്ല. അപ്പോൾ ക്ലിപ്സ് മിഷൻ എന്ന് ഓർത്ത് വെച്ചാൽ പിൻ തീയതി വെച്ച ചെക്ക് എന്ന് വിളിച്ചത് ക്രിപ്സ് മിഷൻ ആണെന്നുള്ളത് അവിടെ കിട്ടും. ഇനി ക്രിപ്സ് മിഷനുമായിട്ട് ബന്ധപ്പെട്ട് അടുത്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണോ എന്ത്? ഒന്നാമത് ഈ ക്രിപ്സ് മിഷൻ എന്തിനാണ് വന്നതെന്നില്ല, അത് 2ാം ലോക മഹായുദ്ധത്തിൽ ഇന്ത്യയുടെ അതായത് അവരെ സപ്പോർട്ട് നേടാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഒരു കമ്മിറ്റിയെ നിയമിക്കും. അതാണ് ഏത് ക്രിപ്സ് മിഷൻ എന്നുള്ള. അതിൻ്റെ ചെയർമാനായിരുന്നു ആര്? ഈ സ്റ്റാഫോർഡ് ക്രിപ്സ്. ആളെ ഓർമ്മിക്കണേ, സ്റ്റാഫോർഡ് ക്രിപ്സ്. അപ്പോൾ ഇവരെന്ത് ചെയ്യുന്നു, 1942 മാർച്ച് 22 ഇന്ത്യയിലെത്തും. അപ്പോൾ ക്രിപ്സ് മിഷൻ പക്ഷേ എന്ത് ചെയ്യില്ല, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒന്നും അംഗീകരിക്കില്ല. അപ്പോൾ ഈ ക്രിപ്സ് മിഷനെതിരെ പ്രമേയം അവതരിപ്പിച്ച INC സമ്മേളനമാണ്, INC സെഷനാണ് ഇത് 1942 ഓഗസ്റ്റ് 8 നടന്നത് ബോംബെ കോവാലിയ ടാങ്ക് മൈതാനം. അതൊക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, ഏത് നമ്മുടെ ക്വിറ്റിൻ്റെ ഒക്കെ അംഗീകരിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ INC സെഷൻ പഠിക്കുന്നുണ്ട്. അപ്പോൾ ക്രിപ്സ് മിഷനെതിരെ പ്രമേയം അവതരിപ്പിച്ചതും ഏത് തന്നെയാണ്, ഈ INC സമ്മേളനം തന്നെയാണ്. ഇനി ക്രിപ്സ് മിഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു പോയിന്റ് കൂടി പഠിക്കണം. ഏതാകെ 2ാം ലോക മഹായുദ്ധാനന്തരം ഇന്ത്യക്ക് പുത്രികാ രാജ്യ പദവി, ഓക്കെ, പുത്രികാ രാജ്യ പദവി നൽകാമെന്നും ഇന്ത്യക്കാരുടെ നേതൃത്വത്തിൽ ഒരു ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കാമെന്നും എന്ത് ചെയ്തു, ക്രിപ്സ് മിഷൻ വാഗ്ദാനം ചെയ്തു. അപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് ശരിയാണോ തെറ്റാണോ ചോദിച്ചാൽ എന്ത് ചെയ്യണം, അവിടെ കിട്ടണം ശരിയാണെന്നുള്ളത്. ഓക്കെ, ഇത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. ഇനി അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എന്താ, ക്രിപ്സ് മിഷൻ എന്ത് ചെയ്യും, കോൺഗ്രസ് അംഗീകരിക്കാത്തതിന് കാരണം എന്താ, ഇന്ത്യക്ക് ഉടനടി സ്വാതന്ത്ര്യം നൽകണമെന്ന ആവശ്യം എന്ത് ചെയ്തു, ഈ ക്രിപ്സ് മിഷൻ നിരാകരിച്ചു. അപ്പോൾ ഇന്ത്യക്ക് ഉടനടി സ്വാതന്ത്ര്യം കിട്ടണമെന്നായിരുന്നു ഈ INC ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആവശ്യം. പക്ഷേ അതെന്ത് ചെയ്യില്ല, ക്രിപ്സ് മിഷൻ അംഗീകരിച്ചില്ല. അങ്ങനെയാണ് എന്ത് ചെയ്തത്, ഈ ക്രിപ്സ് മിഷനെ എന്ത് വിളിച്ചത് ഗാന്ധിജി, തകർന്നുകൊണ്ടിരിക്കുന്ന ബാങ്കിൻ്റെ പിൻ തീയതിയിട്ട ചെക്ക് എന്ന് ക്രിപ്സ് മിഷൻ എന്ത് ചെയ്തത് ഗാന്ധിജി വിശേഷിപ്പിച്ചത്. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, നമുക്ക് ACRT ബുക്കിലും ഉണ്ട്, അതേപോലെ റാങ്ക് ഫയലിൽ നിന്നും കിട്ടുന്ന ഒരു ഫാക്റ്റ് തന്നെയാണ്. റാങ്ക് ഫയലൊക്കെ ഈ ക്രിപ്സ് മിഷനെ പറ്റിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കറക്റ്റായിട്ട് അവിടെ പറയുന്നുണ്ട്. ഇനി 5ാമത്തെ ക്വസ്റ്റ്യൻ ഒത്തിരി റിപ്പീറ്റായിട്ട് ചോദിച്ച ക്വസ്റ്റ്യനാണ്. ജർമ്മൻ ഏകാധിപതിയായിരുന്ന അഡോൾഫ് ഹിറ്റ്ലറുടെ രഹസ്യ പോലീസിൻ്റെ പേരെന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അഡോൾഫ് ഹിറ്റ്ലറുടെ രഹസ്യ പോലീസ് എന്താ, ഗസ്റ്റപ്പോ ആണ്. ഓക്കെ, ഹിറ്റ്ലറുടെ ഗസ്റ്റപ്പോ. അപ്പോൾ ഓർത്ത് നോക്കണേ. എനിക്ക് ഹിറ്റ്ലറുടെ എന്താണ് ആർമി അറിയപ്പെടുന്ന ഒരു പേരുണ്ട്, എന്താ ഹിറ്റ്ലറുടെ ആർമി അറിയപ്പെടുന്ന പേര് ബ്രൗൺ ഷർട്ട്സ്. ഓക്കെ, ബ്രൗൺ ഷർട്ട്സ് ആണ് ഹിറ്റ്ലറുടെ ആർമി. അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഹിറ്റ്ലർ ബ്രദേഴ്സ് ഒരു സിനിമയുടെ പേരാണല്ലേ, ഹിറ്റ്ലർ ബ്രദേഴ്സ് എന്നുള്ളത് അങ്ങനെ ഓർത്ത് വെച്ചേക്കാം. ഹിറ്റ്ലറുടെ ആർമി, ബ്രൗൺ ഷർട്ട്, അപ്പോൾ രണ്ടും കൂടി എന്ത് ചെയ്യും, അവിടെ കണക്റ്റായിട്ട് കിട്ടും. ഇനി ഹിറ്റ്ലറെ പറ്റി പറയുകയാണെങ്കിൽ എന്താ, ഹിറ്റ്ലറുടെ സംഘടന ഏതാ, നാസിയാണ്. നാസിയുടെ നേതാവാണ് ഹിറ്റ്ലർ. ഹിറ്റ്ലർ അറിയപ്പെട്ട ഒരു പേരുണ്ട്, ഫ്യൂറർ എന്നറിയപ്പെട്ടിരുന്ന ജർമ്മൻ നേതാവാണ് ഇത് ഹിറ്റ്ലർ. ഇത് മുമ്പ് ചോദിച്ചിട്ടുണ്ട്. രഹസ്യ പോലീസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഗസ്റ്റപ്പോ ആണ്. ആത്മകഥ മെയിൻ കാഫ്, അതായത് ഇംഗ്ലീഷ് പറയുകയാണെങ്കിൽ മൈ സ്ട്രഗിൾ എന്നുള്ളതാണ് ആത്മകഥ. അപ്പോൾ ഇതൊക്കെ കോമൺ ആയിട്ട് കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി 6ാമത്തെ ക്വസ്റ്റ്യൻ, അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ അതായത് ICCയുടെ നേതൃത്വത്തിൽ 2024 T20 ക്രിക്കറ്റ് ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യങ്ങൾ. ആതിഥേയത്വം വഹിക്കുന്നതെന്ന് വെച്ചാൽ ഞാനിപ്പോൾ എടുക്കുമ്പോൾ എന്ത് ചെയ്തു, ഇതൊക്കെ കഴിഞ്ഞിട്ടോ, അവരുടെ കളിയൊക്കെ കഴിഞ്ഞ് 2020 ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ആൻസർ ഏതാ വരിക, നിങ്ങൾക്ക് ഈ കറണ്ട് അഫെയർ ഒക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും. ഏതാ വരിക, അമേരിക്ക വെസ്റ്റ് ഇൻഡീസ് കേട്ടോ. അമേരിക്ക വെസ്റ്റ് ഇൻഡീസാണിത് ആതിഥേയത്വം വഹിച്ചത്. ഇതിലിതൊന്നല്ല ഇമ്പോർട്ടൻറ്റ്, ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ ഇതിൻ്റെ ചാമ്പ്യൻസ് എന്ന് പറയുന്നത് ഇന്ത്യയാണ് 2024 T20. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ന്യൂസിലൊക്കെ, വളരെ എന്താണ് ഫേമസ് ആയിട്ടുള്ള ഒരു കറണ്ട് അഫെയറിൽ വരുന്നതാണ്. അപ്പോൾ 2020 ചാമ്പ്യൻസ് നടന്ന ഇന്ത്യയാണ്. അപ്പോൾ വെസ്റ്റ് ഇൻഡീസും US ആണ് എന്ത് ചെയ്യുന്നത് 2024 വെന്യൂ. വെസ്റ്റ് ഇൻഡീസും US കൂടിയിട്ടാണ് എന്ത് ചെയ്തത് 2020 നടത്തിയത്. അപ്പോൾ ചാമ്പ്യൻസ് നടന്നത് ഇന്ത്യയായിരുന്നു. ഇന്ത്യ ആരോടാണ് ഏറ്റുമുട്ടിയിട്ട് ജയിച്ചത്, സൗത്ത് ആഫ്രിക്ക. അപ്പോൾ റണ്ണേഴ്സ് അപ്പ് ഓർത്തോക്കണം സൗത്ത് ആഫ്രിക്ക. ഇനി പ്ലെയർ ഓഫ് ദ സീരീസ് ഓർത്തോക്കണം, കാരണം ഇന്ത്യക്കാരനാണ് ആര്, ജസ്പ്രീത് ബൂംറയാണ് പ്ലെയർ ഓഫ് ദ സീരീസ് നടന്നത്. അതേപോലെ മോസ്റ്റ് വിക്കറ്റ് എടുത്ത 2 ആൾക്കാരിൽ ഒന്ന് അർഷ്ദീപ് സിംഗ് ഇന്ത്യക്കാരനാണ്. അപ്പോൾ ഇന്ത്യക്കാരൻ്റെ പേര് എന്താണെന്ന് എന്ത് ചെയ്യണം, അവിടെ ഓർത്തോക്കണം. ഇനി 2026 അടുത്ത T20 വരും കേട്ടോ. അപ്പോൾ ഇന്ത്യ ഈ 2024 ഇന്ത്യക്ക് കിട്ടിയ കൊണ്ട് അത് വലിയ ഫാക്റ്റ് തന്നെയാണ്, അത് ഓർത്തോക്കണം. 2026 പക്ഷേ ആരാണ് നടത്തുന്നത്, ഹോസ്റ്റ് ചെയ്യുന്നത് ആരാണ്, ഇന്ത്യയും ശ്രീലങ്കയും കൂടിയാണ് എന്ത് ചെയ്യുന്നത്, ഹോസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അതും കൂടി എന്ത് ചെയ്യുക, അവിടെ ഓർത്ത് വെക്കുക, ഇന്ത്യയും ശ്രീലങ്കയും കൂടി.
അത് വേണമെങ്കിൽ ഞാൻ എല്ലാം കൂടി കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കോഡ് ഞാൻ പറഞ്ഞുതരാം. വിഷു എന്ന് ഓർത്ത് വെച്ചാലില്ലേ, ഇത് ഓർമ്മിച്ചോളെ. വിഷു എന്ന് ഓർത്ത് വെച്ചാൽ 2024 ഇത് നടത്തിയത് വെസ്റ്റ് ഇൻഡീസും USA-യും, അതായത് ആദ്യത്തെ ലെറ്ററും അവസാനത്തെ ലെറ്ററും. ക്ലിയർ ആണേ. ഇനി ജയിച്ചത് 2 നടുവിലെ ലെറ്റർ, ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും. അതായത് ഇന്ത്യ സൗത്ത് ആഫ്രിക്കയോട് ഏറ്റുമുട്ടി ജയിച്ചു. ക്ലിയർ. ഇനി ഈ നടുവിലെ 2 ലെറ്റർ എടുത്താൽ അടുത്തതും കിട്ടും. 2026 വെന്യൂസ് ഇന്ത്യയും ശ്രീലങ്കയും. ഓക്കെ, അപ്പോൾ വിഷു എന്ന് ഓർത്ത് വെച്ചാൽ 2020 കുറേ ഫാക്ടറികൾ എന്ത് ചെയ്യും അവിടെ ഒന്നിച്ചിട്ട് വരും. ഇനി 7ാമത്തെ ക്വസ്റ്റ്യൻ കേട്ടോ. 7ാമത്തെ ക്വസ്റ്റ്യൻ ഇതും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. റിപ്പീറ്റഡ് ആണെന്ന് വെച്ചാൽ റിപ്പീറ്റഡ് ആണ്. ദുർഘടമായ പ്രദേശങ്ങളിലെ ഉയരം ഭൂസർവേയിലൂടെ കണ്ടെത്താൻ കഴിയാതെ വരുമ്പോൾ എന്ത് ചെയ്യും? ആ പ്രദേശത്തിൻ്റെ ഉയരം തുടർച്ചയില്ലാത്ത രേഖകളാൽ ഭൂപടങ്ങളിൽ സൂചിപ്പിക്കുന്ന രീതി. ഭൂപടങ്ങളിൽ തുടർച്ചയില്ലാത്ത രേഖകളാൽ സൂചിപ്പിക്കുന്നത് ഏത് രീതി? അതിനെന്താ പറയുന്നത്? ഫോം ലൈൻ എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ഭൂപടങ്ങളിൽ, അതായത് ധരാതലീയ ഭൂപടങ്ങളിൽ ഉയരം ചിത്രീകരിക്കാൻ കുറേ മാർഗ്ഗങ്ങളുണ്ട്. ആ മാർഗ്ഗങ്ങളാണ് ഞാൻ ഈ തന്നിരിക്കുന്നതായ കോണ്ടൂർ രേഖ, ഫോം ലൈൻ, സ്പോട്ട് ഹൈറ്റ്, ട്രയാങ്കുലേറ്റഡ് ഹൈറ്റ്, ബെഞ്ച് മാർക്ക്, ഇതൊക്കെ. അപ്പോൾ അതിലെ ഫോം ലൈനാണ് എന്ത് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓരോന്നായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഓരോന്നായിട്ട് ആദ്യം നമ്മളെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് ഫോം ലൈൻ തന്നെ. ഫോം ലൈൻ എന്താ ചോദിച്ചിരിക്കുന്നത്? ഉയരം ഭൂപടങ്ങളിൽ തുടർച്ചയില്ലാത്ത രേഖകളെ ചിത്രീകരിക്കുന്ന മാർഗ്ഗമാണിത് ഫോം ലൈന്. അത് നിങ്ങൾക്ക് ഒരു ഫോം ഫില്ല് ചെയ്യുമ്പോൾ ഫോം ഫില്ല് ചെയ്യുമ്പോൾ തുടർച്ചയില്ലാത്ത ഇങ്ങനെ കുത്തിട്ട് ഇപ്പം നെയിം എന്ന് എഴുതിയതിന് ശേഷം എന്തുണ്ടാവും? നെയിം എന്ന് എഴുതിയതിന് ശേഷം കുറേ കുത്തു ഭാഗങ്ങളുണ്ടാവും അല്ലേ? അപ്പോൾ ഒരു ഫോം ഫില്ല് ചെയ്യുമ്പോൾ തുടർച്ചയില്ലാത്ത രേഖകൾ ഉണ്ടാവും എന്നുള്ളത് എന്ത് ചെയ്യുക? ഒന്ന് അവിടെ കണക്ട് ചെയ്യാൻ ഓർമ്മിക്കുക. ഇനി സ്പോട്ട് ഹൈറ്റ്, അത് പേരിൽ തന്നെ ഉണ്ട്. സ്പോട്ടിൽ എന്ത് ചെയ്യുന്നു? അതിൻ്റെ ഹൈറ്റ് എഴുതും. അതാണ് സ്പോട്ട് ഹൈറ്റ്. അതായത് കറുത്ത ബിന്ദുവിനോട് ചേർത്തിട്ട് ആ സ്ഥലത്തിൻ്റെ ഉയരം എന്ത് ചെയ്യും? അവിടെ സൂചിപ്പിക്കും. പിന്നെ ട്രയാങ്കുലേറ്റഡ് ഹൈറ്റ്. ട്രയാങ്കുലേറ്റഡ് ഹൈറ്റും എന്തുണ്ട്? ആ പേരിൽ തന്നെ ഉണ്ട്. ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ എന്താ? ട്രയാങ്കുലേറ്റഡ് ഹൈറ്റ് എന്ന് വെച്ചാൽ അതായത് ട്രിഗ്നോമെട്രിക്കൽ സർവേയിലൂടെ കണ്ടെത്തുന്നതാണ് ഇത്. സ്ഥലത്തിൻ്റെ ഉയരം ചിഹ്നത്തോടെ, ഈ ഒരു ചിഹ്നത്തോടെയാണ് എന്ത് ചെയ്യുക? രേഖപ്പെടുത്തുക. ഇനി അടുത്ത BM എന്ന് മാർക്ക് വെച്ചാൽ എന്താണ്? BM എന്ന് മാർക്ക് ചെയ്തത് ബെഞ്ച് മാർക്ക് എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് BM എന്ന് ഉദ്ദേശിച്ച് 266 എന്ന് ചേർത്താൽ എന്തെങ്കിലും 266 അതിൻ്റെ ബെഞ്ച് മാർക്ക്, അതിൻ്റെ ഹൈറ്റ് എന്നുള്ളത് എന്ത് ചെയ്യും? അവിടെ കിട്ടും. പിന്നെ എപ്പോൾ ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്, സ്ഥിരമായിട്ട് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ ആണ് കോണ്ടൂർ രേഖകൾ. കോണ്ടൂർ രേഖ എന്താ? സമുദ്രനിരപ്പിൽ നിന്ന് ഒരേ ഉയരത്തിലുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരക്കുന്ന സാങ്കല്പിക രേഖകളാണിത് കോണ്ടൂർ രേഖകൾ. അപ്പോൾ സമുദ്രനിരപ്പിൽ നിന്ന് ഒരേ ഉയരത്തിലുള്ള സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണിത് ഈ കോണ്ടൂർ രേഖകൾ എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 8ാമത്തെ ക്വസ്റ്റ്യൻ കേട്ടോ. ലിപ്പു ലേക്ക് ചുരം ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങൾ ഏതൊക്കെയെന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ലിപ്പു ലേക്ക് ഏതൊക്കെ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്? ഉത്തരാഖണ്ഡും ടിബറ്റും തമ്മിലാണ് കേട്ടോ. ഉത്തരാഖണ്ഡും അതേപോലെ ടിബറ്റും. അതെങ്ങനെയുണ്ട്? ലിപ്പ് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. എന്താണ് ലിപ്പ്? നമ്മൾ ഉത്തരം പറയുമ്പോൾ എന്താണ് അനങ്ങുക? ഉത്തരം പറയുമ്പോൾ വായ തുറന്നിട്ട് ലിപ്പല്ല അനങ്ങുന്നത്. അപ്പോൾ ഉത്തരാഖണ്ഡ് എന്നുള്ളത് അവിടെ കിട്ടും. ഉത്തരാഖണ്ഡ് തുറന്നത് അത് മാത്രമേ ഉണ്ടാവും, വേറെ ഒന്നും ഉണ്ടാവില്ല ഓപ്ഷനിൽ. ഇപ്പോൾ ഉത്തരാഖണ്ഡ്, ടിബറ്റ്. ഇനി ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് കുറേ എണ്ണം. അപ്പോൾ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇതൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. ബാനിഹാൾ, ജമ്മു ശ്രീനഗർ തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ് ഇത് ബാനിഹാൾ ചുരം. ഇപ്പോൾ ജമ്മു അത് നിങ്ങൾക്ക് അവിടെ കിട്ടും. ജമ്മു കാശ്മീരിലാണ് ഏകദേശം പലതും ബാൻ ചെയ്യുക. ഇപ്പോൾ നെറ്റ് ബാൻ ചെയ്തു, നെറ്റ്വർക്ക് ബാൻ ചെയ്തു എന്നൊക്കെ നിങ്ങൾ കാണില്ലേ. അപ്പോൾ ബാനിഹാൾ ജമ്മു ശ്രീനഗറിന് അവിടെ കിട്ടും. പിന്നെ ഉള്ളത് ലിപ്പു ലേക്ക് ഓൾറെഡി ഞാൻ പറഞ്ഞു. ഉത്തരാഖണ്ഡ് എന്താണ്? ടിബറ്റാണ്. ഉത്തരം പറയാൻ ലിപ്പുമാണ്. ഇനി ഷിപ്കില, ഷീ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു പെൺകുട്ടിയുടെ പേര് കിട്ടും, ഹിമ. അപ്പോൾ ഷിപ്കില ഹിമാചൽ പ്രദേശ്, ടിബറ്റ്. ഇനി സോജില ശ്രീനഗർ, കാർഗിൽ. നാദുല സിക്കിം, ടിബറ്റ്. ഓക്കെ, അത് സിക്കാവുമ്പോൾ, സിക്ക് എന്ന് വെച്ചാൽ എന്താ? സിക്ക് എന്ന് വെച്ചാൽ നമ്മൾ അസുഖമാണ്. സിക്കാവുമ്പോൾ എല്ലാം ഇപ്പോൾ വിളിക്കുന്ന ആരെയാണ്? നാദനെയാണ്. അപ്പോൾ നാദുല എന്നുള്ളത് സിക്കിം എന്നുള്ളത് എന്ത് കിട്ടും? അവിടെ കിട്ടും. ഇനി ബോംഡില അരുണാചൽ പ്രദേശ്, ടിബറ്റ്. അപ്പോൾ വേണമെങ്കിൽ ആറ്റം ബോംബ് എന്നുള്ളത് ഓർത്ത് വെച്ചാൽ അതും കിട്ടും അവിടെ. 2 പേര് ഓർത്ത് വെക്കണ്ട, കാരണം ഒരു പേര് തുടങ്ങുന്ന അത് മാത്രം ഓപ്ഷനിൽ ഉണ്ടാവും, അവിടെ ഉണ്ടാവും. പിന്നെ ഉള്ളത് ബാരാലച്ച പാസ്. ബാരാലച്ച അല്ലെങ്കിൽ പാസ് എന്ന് പറയുന്നത് ഏതാണ്? ഹിമാചൽ പ്രദേശിനെയും അല്ലെങ്കിൽ ലഡാക്കിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ അതുകൂടി ഓർത്ത് വെക്കുക. ഇനി 9ാമത്തെ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ് കേട്ടോ. ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടിയ ചൂട് രേഖപ്പെടുത്തിയ സ്ഥലം ഏതാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ കറണ്ട് അഫെയർ ഞാൻ ഒന്ന് ചെക്ക് ചെയ്തപ്പോൾ അതൊരു എന്താണ്, അതിങ്ങനെ മാറി വരുന്ന ഒരു കേസാണത്. അതായത് ചിലപ്പം മേ ബി എക്സാം കഴിഞ്ഞതിന് ശേഷം അത് മാറിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഒരു കേസൊക്കെ വന്നതുകൊണ്ടാണ് ഇതിൽ ഓപ്ഷനിലുള്ള 2, അതായത് മുങ്കേഷ്പൂറും ഈ ഫലോഡിയും. മുങ്കേഷ്പൂരിൽ ഡൽഹിയിൽ ഒരു മെയ് 29 52.3 ഡിഗ്രി സെൽഷ്യസ് എന്ത് ചെയ്തിട്ടുണ്ട്? ചൂട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഫലോഡി രാജസ്ഥാനിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? 51 ഡിഗ്രി സെൽഷ്യസ് മുമ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചോ. എന്താണ് ചൂട് കൂടിയ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫലോഡിയാണ് മുമ്പെയൊക്കെ റാങ്ക് ഫയലൊക്കെ പഠിച്ചു നോക്കാറ് കേട്ടോ. പക്ഷേ അതിനുശേഷം ഈ മുങ്കേഷ്പൂർ വന്നിട്ടുണ്ട്. അപ്പോൾ മുങ്കേഷ്പൂർ മിക്കവാറും അറിയാവുന്നതുകൊണ്ടാണ് അത് തന്നെ ഇട്ടത്. ചോദ്യകർത്താവിന് അത് അറിയാം, മുങ്കേഷ്പൂർ അങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഓർത്ത് വെച്ചാൽ എന്തായാലും. ഇനി 10ാമത്തെ ക്വസ്റ്റ്യൻ, നിംബസ് മേഘങ്ങളുടെ പ്രത്യേകതകൾ ഉൾപ്പെടുന്ന ജോഡി കണ്ടെത്താനാണ്.
മുമ്പ് ഇതേ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് ഒത്തിരി പ്രാവശ്യം. ഈ മേഘങ്ങൾ ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത് ഏതാ, നിംബസ് മേഘങ്ങളാണ്. ഓക്കെ, നിംബസ്. അപ്പോൾ നിംബസ് മേഘങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഒന്ന്, താഴ്ന്ന വിതാനത്തിൽ കാണപ്പെടുന്ന ഇരുണ്ട മേഘങ്ങളാണിത് നിംബസ്. അതേപോലെ നാലാമത്തത് സൂര്യപ്രകാശത്തെ കടത്തിവിടില്ല. അത് ഇരുണ്ട മേഘങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ സൂര്യപ്രകാശത്തെ കടത്തിവിടില്ല എന്നുള്ള അവിടെ കിട്ടും. ആ ഇരുണ്ട നിറത്തിൽ കാണപ്പെടുന്നു. അപ്പോൾ 1, 4 ആണ് ഇതിൻ്റെ ആൻസർ, നിംബസ് മേഘങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ 1, 4 വരുന്നത് എവിടെയാണ് വരുന്നത്? 1, 4 വരുന്ന ഓപ്ഷൻ ഡി ആണ്. അപ്പോൾ ഈ നിംബസിൻ്റെ പ്രത്യേകത ഞാൻ ആദ്യം ഒന്ന് പറയട്ടെ. നിംബസ് മേഘങ്ങൾക്ക് ഉള്ള പ്രത്യേകത എന്ന് വെച്ചാൽ സൂര്യപ്രകാശത്തെ കടത്തിവിടില്ല. പിന്നെ ഇടിമേഘങ്ങൾ, മഴയ്ക്ക് കാരണമാകുന്ന മേഘങ്ങൾ, അതേപോലെ താഴ്ന്ന വിതാനത്തിൽ ചാര നിറത്തിൽ അല്ലെങ്കിൽ കറുപ്പ് നിറത്തിൽ കാണപ്പെടുന്ന മേഘങ്ങൾ, ഇതൊക്കെ നിംബസ് മേഘങ്ങളുടെ പ്രത്യേകത കേട്ടോ. ഇത് ഓർമ്മ നോക്കണേ. നിംബസുമായിട്ട് ബന്ധപ്പെട്ട മഴ മേഘങ്ങൾ എന്ന് ഓർത്ത് വെച്ചാൽ എല്ലാം അതുമായിട്ട് എന്ത് ചെയ്യുക, കണക്ട് ചെയ്തിട്ട് ഓർത്ത് വെക്കാൻ പറ്റും. പിന്നെ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് എന്ത്, ഒന്ന് സിറസ് മേഘങ്ങൾ, അതായത് തൂവൽക്കെട്ട് അല്ലെ പഞ്ഞിക്കെട്ട് പോലെ തെളിഞ്ഞ ദിനാന്തരീക്ഷ സ്ഥിതിയിൽ കാണപ്പെടുന്നതാണ് ഇത് സിറസ് മേഘങ്ങൾ. ഇനി സ്ട്രാറ്റസ് മേഘങ്ങളുണ്ട്, താഴ്ന്ന വിതാനത്തിൽ പാളികളായിട്ട് കാണപ്പെടുന്നത് കേട്ടോ, പാളികളായിട്ട് കാണപ്പെടുന്നതാണ് ഇത് സ്ട്രാറ്റസ്. അതേപോലെ മോശമായ കാലാവസ്ഥയിലും മഴച്ചാറ്റുള്ള അവസരങ്ങളിൽ കാണപ്പെടുന്നതും ഏത് തന്നെയാണ്, ഈ സ്ട്രാറ്റസ് മേഘങ്ങളാണ്. ഇനി അടുത്തത് ക്യുമുലസ് മേഘങ്ങൾ. ക്യുമുലസ് മേഘങ്ങളാണ് കോളിഫ്ലവർ ആകൃതിയിലുള്ളത്. ക്യുമുലസ് മേഘങ്ങൾ ഏതാകൃതിയാണ്, കോളിഫ്ലവർ ആകൃതി. അതേപോലെ പ്രസന്നമായ കാലാവസ്ഥയിലാണ് ഇത് ക്യുമുലസ് മേഘങ്ങൾ വരിക. അതേപോലെ ഉയർന്ന സംവഹന പ്രക്രിയയുടെ ഫലമായിട്ട് രൂപം കൊള്ളുന്ന ഏത് തന്നെയാണ്, ഈ ക്യുമുലസ് മേഘങ്ങളാണ്. ഓക്കെ, അപ്പോൾ അതെന്ത് ചെയ്യുക, അതും ഒന്ന് ക്യുമുലസ് മേഘങ്ങൾ എന്നുള്ളത് അതൊന്ന് ഇപ്പോൾ എന്തെങ്കിലും ഒരു കണക്ഷൻ അവിടെ കൊടുത്തിട്ട് എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, അത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ്. അടുത്തൊരു പാട്ട് നമുക്ക് എന്ത് ചെയ്യാം, വേറൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഓക്കെ, ബൈ.